ചെറിയൊരു ജലദോഷമൊക്കെ വരുമ്പോ ഒരു 2 സ്പൂൺ കഴിച്ചു കഴിഞ്ഞാല് നല്ലതാണ്, അങ്ങനെ മാറും. ഇതാണ് എനിക്ക് ചെറിയ തൈ തന്നെ ഉണ്ടാവും. ഇതിങ്ങനെ കഴിക്കാൻ പറ്റൂല. നല്ല രസം. പിന്നെതാ ഇവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട് ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് തന്നെ അല്ലേ. അതെ, എല്ലാരും ചോദിക്കും അമ്പഴങ്ങയാണോ ചോദിക്കും. ശരിക്കും ഇതൊന്നും നമ്മളവിടെ അധികം ഇല്ല. ഇത് നമ്മളിങ്ങനെ ചെറിയ കുട്ടികളൊക്കെ എടുക്കൂലേ അതേപോലെ ഉണ്ട്. അയ്യോ, ഇത് ശരിക്കും ഇലനേക്കായും കൂടുതലുണ്ട് കേട്ടോ കായ. ഇതാണ് ശരിക്കും റാഫിയത്താന്റെ ഏദൻ തോട്ടം തന്നെ വേണമെങ്കിൽ പറയാട്ടോ. ഫ്രൂട്ട്സിന്റെ ഒരു തോട്ടം എല്ലാം ഉണ്ട്. അതിനു പുറമെ ഈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് റാഫിയത്ത് ഉണ്ടാക്കുന്ന ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് വിശദമായിട്ട് കണ്ടാലോ. റാഫിയത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ഇപ്പോൾ മാങ്ങ പറിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ വന്നാൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അത് വാങ്ങിക്കാൻ വന്നതാ അല്ലേ. അതെ, മാങ്ങ ചക്ക എന്നുള്ള വിഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ അപ്പം എത്തും. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം അല്ലേ. ഇത് കണ്ടോ, നമ്മൾ വരുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തൂക്കി നിൽക്കുന്നുണ്ട് അല്ലേ. എന്താ ഇതിന്റെ പ്രത്യേകത? കാണുമ്പോ തന്നെ ഇവിടുത്തെ തൊടിയിലെ രാജാവ് ഇപ്പവരാണ്. ആണോ? 10-31 വർഷമായി കുഴിച്ചിട്ടിട്ട് ഒരു 8 വർഷം കഴിഞ്ഞപ്പോ കായ്ച്ചേ മുതൽ ഇങ്ങനെ തിരുത്തിരൂരെ തരും നമുക്ക്. അതെ, കാണാനും തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. നല്ല വൃത്തിയുള്ള ഒരു ടൈപ്പ്. എത്ര മഴ തട്ടിയാലും കേട് വരൂല, ഭയങ്കര കട്ടിയുള്ള തോലിയാണ്. അതെ അല്ലേ. ഇതൊക്കെ കണ്ടോ, നമുക്ക് ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ പറിച്ച് കഴിക്കാട്ടോ. മാങ്ങ ഇങ്ങനെ എപ്പോഴും ചാടുട്ടോ. അതെ, പക്ഷെ ഒരു കേടും ഇല്ല അല്ലേ, ഒന്നുമില്ല. ഇവിടെ നല്ല ചപ്പും പുല്ലൊക്കെ അല്ലേ. അതുകൊണ്ടാണ്. ഇവിടെ ഫ്രൂട്ട്സ് മാത്രല്ല കേട്ടോ, ചെടികളും ഉണ്ട്. കാണാൻ മാത്രം ഉണ്ട് എന്ന് പറയാ. ഈ ഒരു ചെടി കണ്ടോ, അത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഒരു, ഞങ്ങൾ അവിടെ ഉണ്ട്, ഫൈക്കസ് ബെഞ്ചാമിന. പക്ഷെ നല്ല രസമാണ്. പക്ഷെ ഇതിന്റെ ഈ ഒരു വേരാക്കിയതാണ് അടിപൊളിയായിട്ടുള്ളത് അല്ലെ. ശരിക്കും ഒരു എന്താ പറയാ, അങ്ങനെ മടഞ്ഞാക്കിയ പോലെ ഉണ്ട്. വലിയ മരം ആവും ചെയ്യും, അങ്ങനെ ആവും ചെയ്യും. ഇനിതാ ഈ മാവുണ്ട്, നിങ്ങൾ വന്നത്. ശരിയാണ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കായ്ക്കട്ടെ. ആണല്ലേ. ഇത് ശരിക്കും നല്ല ഭംഗിയുള്ള മാങ്ങ. ശരിക്കും നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ, നല്ല മഞ്ഞ കളറ്. കഴിക്കാൻ വേണമെങ്കിൽ വീട്ടിൽ അന്ന് നമ്മൾ കൊണ്ടുവരുന്നു. ഇതിന് അതാണ് ഇതിന്റെ ഈ ഒരു റെഡ് കളർ അല്ലേ, അതുകൊണ്ടാണ് അത് സിന്ദൂരം അല്ലേ. ഈ ഒരു റെഡ് കളർ ഉള്ളത് കാരണം സിന്ദൂരം വാങ്ങാം. റാഫിയത്താന്റെ ചാനലില് ഈ ഫ്രൂട്ട്സ്, ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് കേട്ടോ. നമുക്കത് കാണുമ്പോൾ ശരിക്കും കൊതി ആവലുണ്ട്. അതുണ്ട് അല്ലേ. എന്തായാലും നമുക്ക് കാണാം. ഇപ്പൊ ഞാനൊരു പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞത് അത് വെറുതെ അല്ല കേട്ടോ. ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നു ഇപ്പൊ വന്നാൽ കിട്ടും എന്ന് പറഞ്ഞത്. അതാണ് റാഫിയത്താന്റെ എന്താ പറയാ ഒരു ഇഷ്ടപ്പെട്ട വിനോദം തന്നെ പറയാം. ഇവിടെയുള്ള ഈ ഒരു ഫ്രൂട്ട്സുകളാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ പാക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഇങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. ഇന്നലെ മോളെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ മൂസി. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യേണ്ട കണ്ടപ്പോ ചോദിക്കുന്നത് നിങ്ങൾക്ക് കൊടുത്തൂടെ വിറ്റൂടെ ചോദിക്കും. അത് ശരി. പക്ഷെ രസമല്ല എല്ലാവർക്കും. ആരെങ്കിലും ഒക്കെ കഴിച്ചിട്ട് അതിന്റെ ആ ഒരു സ്വാദും അതെ അതെ ആ ഒരു സ്നേഹം അല്ലേ. ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തർ ചോദിക്കും, എല്ലാവർക്കും എത്തിക്കാൻ പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെടികളെ കുറിച്ചിട്ട്. ഈ ചെടികളൊക്കെ കണ്ടോ, നല്ല അതിൻ്റെതായ ഒരു ഭംഗിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. പിന്നെ ഈ ഈന്തപ്പന അല്ലേ, നമ്മള് കുഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കായ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നല്ല കുറച്ച് വലിയ കായ കിട്ടി. അതെ അല്ലേ. അതുപോലെ ഇനി വലുതായിക്കാരം. നമുക്കത് കടിച്ച് കഴിക്കാനുള്ള ഒരു അങ്ങനെ കിട്ടി. ഈത്തപ്പഴത്തിന്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് അല്ലേ. ഒരു ചമർപ്പായിരുന്നു. നിങ്ങളെ ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നത് കഴിക്കുന്ന വീഡിയോ. ഇത് കണ്ടോ, ഇത് നമ്മളെ വാഗ അല്ലേ. വാഗന്റെ വേറെ എന്താ ഒരു പേരുണ്ട് ഇതിന്. വാഗപ്പൂ തന്നെയാണ്. അതിന്റെ ചെറിയതാണെന്നുള്ളൂ. വേറെ എന്തെങ്കിലും വെറൈറ്റി ആവും. തേനീച്ചൊക്കെ ഉണ്ട് നിറച്ചും. നല്ല രസമുണ്ട്. എങ്ങനെ നിങ്ങൾ ഇതൊക്കെ സത്യം പറഞ്ഞ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്? ഇവിടെയൊക്കെ കണ്ടോ കറക്റ്റ് ഗാർഡൻ ഒക്കെ ഫുള്ള് കുഞ്ഞാക്കുന്റെ അണ്ടറില്ല ആണല്ലേ. ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് പിന്നെ ഫ്രൂട്ട്സിന്റെ കുഞ്ഞാക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ ആദ്യം വെള്ളം നന്നിട്ടുണ്ടോ ചെടികൾ, അത് ആ ഒരു സമയമാകുമ്പോ ആരെ വിളിച്ച് കട്ടിയിക്കലും പുല്ലുണ്ടെങ്കിൽ കുഞ്ഞാക്കുന്റെ ഇടയ്ക്ക് വന്ന് പുല്ല് പറിക്കും. അതെ അല്ലേ. തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അത് നല്ല മൈൻഡ് ചെയ്യും. ഞാൻ പിന്നെ തൊടിയൊക്കെ അങ്ങോട്ട് ഇറങ്ങണോണ്ട് ഇങ്ങോട്ട് വല്ലാതെ നോക്കലില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇത് എന്താ സംഭവം? ഇത് നമ്മളെ എന്താ പറയാ മാംഗോ ക്യാൻഡി. അതെ അല്ലേ. വീഡിയോ കണ്ടിട്ടില്ലേ? നിങ്ങളെ ചാനല് കണ്ടിട്ടുണ്ട് കേട്ടോ. വെയിലത്തേക്ക് വെക്കട്ടെ, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാ. അത് ശരി, നല്ല ഭംഗിയായിട്ടുണ്ട്. മോളെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പൊ അവൾക്ക് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഉണ്ടാക്കിയത്. അപ്പം ഇനി ഒന്ന് ഉണങ്ങണം. ഇന്നലെ മഴയായപ്പോ ഫ്രിഡ്ജിക്ക് എടുത്ത് വെച്ചതായിരുന്നു. വെയില് കണ്ടിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഇനി ഒന്നുകൊണ്ട് ഉണങ്ങി കിട്ടിയാൽ മതി. ഒരു വെയില് കിട്ടിയാൽ മതി. അപ്പൊ അതൊന്ന് ഇളകിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യണം അല്ലേ. ടേസ്റ്റ് ചെയ്യാം. അപ്പോഴേക്കിനും ആവും. അതെ. ഓക്കെ.
ഇവിടെ എന്താണ് പണി നടന്നോണ്ടിരിക്കുന്നുണ്ടോ? അത് അകത്ത് കുറച്ച് പുട്ടിയുടെ പ്രശ്നമുണ്ട് ഈ ചുമരിലൊക്കെ. അപ്പൊ പൊട്ടിച്ച് വീണ്ടും പെയിന്റ് അടിക്കുക അങ്ങനെ പെയിന്റിംഗ് പണിയിലാണല്ലേ? പെയിന്റിംഗ് ഉണ്ട്. ആ ഗേറ്റും അവിടെയൊക്കെ ചെയ്യാണ്ട്. അപ്പൊ ഇതാണ് കഴിഞ്ഞിട്ട് നമുക്ക് ആ തൊടി പോവാട്ടോ. അവിടെ പോവാല്ലേ? കുറച്ച് മാവുണ്ട്, ഞാവളുണ്ട്. അത് ശരി, അത് നമ്മൾ അന്ന് കണ്ടിട്ടില്ല. ഇതല്ല ഭംഗിയുണ്ടല്ലോ ഈ ഒരു ചെടി. ഈ ചെടിനെ കുറിച്ച് പറയണെങ്കിൽ ഇത് നല്ല രസമായിട്ട് ഇങ്ങനെ പൊങ്ങിന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ റെഡും എല്ലോ ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അത് ഫുള്ള് കട്ട് ചെയ്തപ്പോ കണ്ടു സാധാ നാടൻ ചെടി പോലെ വന്നു. പിന്നെ വീണ്ടും ഇങ്ങനെ തന്നെ ആയതാണ്. ഇനി ഇത് കളർ മാറും കുറച്ചും കൂടി കഴിഞ്ഞാല്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി ഇതാ അവിടെ ഒരു ഞാവളുണ്ട്, ആദ്യമായിട്ട് കഴിക്കട്ടോ. അതെ, കാണാം. അത് മൂത്തിട്ടില്ല, പക്ഷെ അവിടെ ഉള്ളൂ. ഇവിടെ ഈ മതിലിന് പുറത്താണ് അല്ലേ ഫ്രൂട്ട്സ് തൈകളൊക്കെ ഉള്ളത്? ഇവിടെ ഇങ്ങനെ കുറച്ച് മാവ് മാത്രം വെച്ചിട്ടുള്ളൂ. അതെ, അതിലിപ്പം എന്താ പറയാ, പുതിയ നല്ല വെറൈറ്റി കോടി കായ്ച്ചിട്ടുണ്ട്. ക്യൂ സാമ്രോഡ് അതൊക്കെ വെറൈറ്റി പേരുകളാണ്. സത്യത്തിൽ എത്ര തരം മാവുകൾ ഉണ്ട് ഇവിടെ? ഈ ഭാഗത്തൊരു 10-11 ഐറ്റം ഉണ്ട്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. അതൊക്കെ കഴിച്ചു. ഇത് കഴിച്ചു. അതാണ് ക്യൂ സാമ്രോഡ്. കാണാനും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഒരു കുഞ്ഞു മാങ്ങ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. അവിടെ വീട്ടിലും ഉണ്ട്. ഇങ്ങനെ വീണും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറിച്ചു. പക്ഷെ ചെറുതാണ്. വേറൊരു തായ്ലൻഡ് വെറൈറ്റി ആണ് ക്യൂ സാമ്രോഡ് എന്ന് പറഞ്ഞിട്ട്. തൊലി നല്ല കട്ടിണ്ട്. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവര് പറഞ്ഞത് ഇത് പച്ചക്കും കഴിക്കാന്നാ പറഞ്ഞത്. പുളിയില്ലല്ലോ. വേറൊരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. ഇതൊക്കെ എന്താ നമുക്ക് ഇതിമേല് കയറി പറിക്കാം. അതെ, ചെറിയ മാവ അങ്ങനെ പന്തലിച്ച് പോണോണ്ട്. ഈ ഒരു മാങ്ങന്റെ ഷേപ്പ് കണ്ടോ, നല്ല നീളത്തിലിട്ടോ. അതിന് നല്ല പുളിയും ഇല്ല, നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. തേങ്ങയും കിട്ടിയതാ ഇവിടെ വെക്കാം അല്ലേ? ആ ഞാവലോക്ക അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എന്താണ് കായ്ച്ചിട്ടില്ല അല്ലേ? ഇതിനൊന്ന് വെട്ടിക്കളഞ്ഞതാ. അതെ, വേണ്ടാന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞോ? വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ പണിക്കാരേ. കാട് വെട്ടിയപ്പം ഇവിടെ കണ്ടോ, ഇവിടെ വെട്ടിയിരുന്നു അത്രേ അടിയില്. എന്നിട്ട് പിടിച്ച് കെട്ടിയിട്ട് ഉണ്ടായതാട്ടോ. ഈ വർഷം കായ്ച്ചു കണ്ടോ. ഈ വർഷം ഏകദേശം ഒരു 10-25 വർഷമായിട്ടുണ്ടാവും. സാധാ ഞാവൾ തന്നെ, സാധാ നാടൻ ഞാവളാണ്. വലിയ ഞാവളാണ്. വലുതായി പഴുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടോ. കളഞ്ഞിട്ടും അതിജീവിച്ചു. ഇത് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം റിങ് ഇട്ട് കൊടുത്താ. പൂവിടാൻ വേണ്ടി പൂക്കണേ ഇല്ല. അതിന് കഴിഞ്ഞ വർഷം ഒന്ന് റിങ് ഇട്ട് കൊടുത്തതാ. അപ്പൊ പൂത്തൂല്ലേ? പൂത്തു ഞാൻ കേട്ടിട്ടുണ്ട്. നന്നായിട്ട് പൂത്തിട്ടുണ്ട് കണ്ടോ. ആ സൈഡൊക്കെ ഫുള്ള് കായ്ച്ചിട്ടുണ്ട്. വലുതാവട്ടെ എന്തായാലും. പിന്നെ രസം പറഞ്ഞിട്ടോ, ഇതുണ്ടോ ഈ ചക്കപ്പഴം ഈനാമ്പഴം എന്ന് വിളിക്കില്ല. ഇവിടെ അമ്മായിട്ടും കുരു ഇട്ടിട്ട് അങ്ങനെ മുളച്ചിട്ടുണ്ടായത്. ഇവിടെ കുഴിച്ചിട്ടല്ല. ഈ സാധനം ഇവിടെ ഇല്ല. അപ്പൊ അതിപ്പോ നമുക്ക് ഉണ്ടായിട്ടുണ്ടായി. അതിൽ വേറെ രസം, ഇവിടെ കറിവേപ്പ് പിടിക്കൂല കേട്ടോ. ആണോ? അത്രയും വലിയ തൊടി കറിവേപ്പ് പിടിക്കില്ല. അമ്മായിന്റെ വീടാണ്. ഞങ്ങൾ അമ്മായിന്റെ വീടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ടീച്ചറെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇതിമന്ന് പൊട്ടിക്കെട്ടി കഴിച്ചിട്ട് കൊണ്ടുപോകല. അപ്പൊ ഇപ്രാവശ്യം നന്നായിട്ട് വേരുമെന്ന് വന്നിട്ട് ഇഷ്ടം പോലെയായി. അതായത് കറിവേപ്പിലിന്റെ മരം അവിടെയാണ്. നിറയെ തയ്യകൾ പൊട്ടിച്ചുണ്ടായിട്ട് നിറച്ചുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ആയില്ലേ? അപ്പൊ പിന്നെ അത് നോക്കാം, നല്ല നാടൻ മാങ്ങ കേട്ടോ. അതെ അല്ലേ? പ്രാവശ്യം കോടി കഴിച്ചതാണ്. നിറയെ താഴെ കിടക്കുന്നുണ്ട്. ആദ്യമായിട്ട് കഴിക്കാൻ അമ്മായിനോടും പെറുക്കാൻ പറയലാ. ശരി, അവർക്ക് സുഖാണല്ലോ. നമുക്ക് ഇത് ശരിക്കും പറഞ്ഞ തുറമാങ്ങ ഉണ്ടാക്കാനും ആ കണിമാങ്ങ അച്ചാറിന്റെ വീഡിയോ ഉണ്ടല്ലേ, അതിലൊക്കെ ഇട്ടിട്ടുള്ളത്. അതെല്ലേ? ചെറുതായപ്പോ നല്ല ചോണുള്ള മാങ്ങയാണ്. നല്ല മണാണ് കേട്ടോ. നല്ല സ്മെല്ലാ. ശർക്കര മാങ്ങ ഉണ്ടാക്കാനും പുളിപ്പോട് കൂടിയ മധുരാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയാ, മാന്തോപ്പ്. മറ്റേ ശോഭന പറയുന്നുണ്ടല്ലോ, മറ്റേ മാന്തോപ്പിലേക്ക് തുറക്കിട ജനാലകളിലുള്ള മുറി വേണം. കായ്ച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഇല ഇങ്ങനെ സ്മെല് ചെയ്തു. ഇതാണ് ശരിക്കും ഒരു മാന്തോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മാവ് ഉണ്ടോ, അതാ മേലെ 2-3 കേട്ടോ. ഏകദേശം കഴിയുമ്പോ ഒന്ന് ചാടി കിടക്കുന്നുണ്ട്. വലിയ മാങ്ങയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടുമാവിന്റെ വലിയ മാങ്ങ കിട്ടിയപ്പം അതിന്റെ അണ്ടി കുഴിച്ചിട്ടാട്ടോ. അത് ശരി, അങ്ങനെ ഉണ്ടായതാണ്. ഏകദേശം ഒരു 10-25 വർഷമായിട്ടുണ്ട്. ഇപ്പൊ ഒരു 4-5 വർഷമായി കഴിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നല്ല വലിയ മാങ്ങയാണ്. മാങ്ങ ഒരു മറ്റേ മൽഗോവല്ലേ, അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. അത് ശരി. ഇത് കോടി കഴിച്ചതാട്ടോ. അതെ, ശരിക്കും കോടി കഴിക്കുമ്പോ ചില മാവില് 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതില് പക്ഷെ എന്തൊരു ഭംഗിയെ കാണാൻ. നമുക്ക് ഒരു വെറൈറ്റി തോന്നാൻ നാംടോക്കിന്റെ വേറെ ടൈപ്പാ തോന്നുന്നുണ്ട്. കണ്ടല്ലേ? പറിക്കായിട്ടുണ്ടെങ്കിൽ പറിച്ചാ മതി. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ലേ? അതെ, നോക്കാം. നാംടോക്കിന്റെ ചെറുത്. പക്ഷെ നാംടോക്കിന്റെ ആണോ? നല്ല ചോണുണ്ട്. സ്മെല് ചെയ്ത് നോക്കാം. അയ്യോ, വേറൊരു മണ അവിടെ കിട്ടണില്ല അല്ലെ നേരെ മണം. പക്ഷെ അതിന്റെ മാങ്ങന്റെ ഷേപ്പ് ഒക്കെ നല്ല. ഇത് നാംടോക്കി തന്നെ ആണോ? ഇനിതാ ഇവിടെ ഒരു മാവുണ്ട്, അവിടെ ഒരു മാവുണ്ട്, അവിടെ ഒരു മാവുണ്ട്. മാവ് കഴിഞ്ഞിട്ടില്ല. കോടി പ്രാവശ്യം കുറെ കഴിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഞാന്
നാടൻ മാങ്ങയാണ് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ. കാഴ്ച വന്നപ്പോ കണ്ടോ മൊട്ടുമാവിലുണ്ട് കോട്ടാങ്ങ എന്നൊക്കെ പറയണ്ടോ, ഒരു കുത്തു കുത്തായിട്ട്. അതെ, പക്ഷെ നല്ല പൊടിയുണ്ട് ഇപ്രാവശ്യം, നന്നായിട്ട് നല്ലോണം ഉണ്ട്. ചെറുതാവുമ്പോ അച്ചാറൊക്കെ ഇടാ. ഇങ്ങനെ മഴ തട്ടാൻ പറ്റൂല, പറിച്ച് പഴുപ്പിക്കണം. കേടുവരൂല്ലേ? ഏകദേശം പറിക്കാനായിട്ടുണ്ട്. കുറച്ചും കൂടി പറിച്ചോ ബേബിയെ? മതി മതി. അല്ല നിങ്ങോട്ട് വരണ്ട, ഇത് പറിക്കേ. മതി മതി. അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. കപ്പ കഴിക്കൂലേ, കപ്പ അതുപോലെ ഇങ്ങനെ കഴിക്ക. പച്ചക്ക് തന്നെ നല്ല രസാ. അതെ, ഇത് നോക്ക്, ഒരു താഴെ ഇങ്ങനെ തൂങ്ങിക്കണം. നല്ല വലിപ്പുണ്ടാവും. ഇപ്രാവശ്യം കുറവാ, വലിപ്പം കുറവാണ്. വലുതാ അവിടെ ഉണ്ട്. നല്ല അത് മൂപ്പായിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. അതെ, എന്തൊരു തോന്നുന്നില്ലല്ലേ കറുമുറനെ കഴിക്കാം. അത് അല്ലേ? നോക്ക്, പച്ചമാങ്ങ വല്ലാണ്ട് കഴിക്കണ്ട, ഞാൻ പഴുത്തത് കഴിച്ചു. അതെ, ഇത് പഴുത്തിട്ടുണ്ട് അല്ലേ? പഴുത്തിട്ടുണ്ട്. ആഹാ, എന്ത് സുഖം അങ്ങനെ പറിക്കാൻ. കഴിച്ചോക്ക, നെട്ടിന്റെ ഇവിടുന്ന് കഴിക്കാം. അയ്യോ, ഇത് എന്തൊരു മാങ്ങിയത്, വെറൈറ്റി ശരിക്കും അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതും പഴുത്തിക്കണം. ഞാനൊന്ന് പൊട്ടി കഴിച്ചാലോ? ഞാൻ പഴുത്തിട്ട് കഴിച്ചിട്ടില്ല, പച്ചക്ക് കഴിച്ചു തിന്നു. അതെ, പച്ചക്ക് കഴിക്കാനും പഴുത്തിട്ട് കഴിക്കാനും ഒക്കെ അടിപൊളി. തൊലി കണ്ടോ, നല്ല കട്ടി കേട്ടോ, കണ്ടോ? അതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് മാങ്ങ ഒരു രക്ഷയില്ല, അടിപൊളി. ഇവിടെ പ്രത്യേക മണുണ്ടല്ലോ. ഇതാ മൈലാഞ്ചി പൂവാണേ. അതോ, നിറയെ തേനീച്ചയുണ്ട് അല്ലേ? ഈ പൂവും കൊണ്ട് നല്ല ഉപകാരം ഉണ്ട് കേട്ടോ. അതെന്താ ചെയ്യാ? ഇതും കറ്റാർവാഴയും പച്ചമഞ്ഞളും കൂടി എണ്ണ കാച്ചു. അപ്പൊ നല്ല സ്മെല്ലും ഉണ്ടാവും. നമ്മൾ മേല് തേച്ച് കുളിക്കാൻ വേണ്ടി. അതെ, കുട്ടികൾക്കൊക്കെ നല്ലതാ, നമുക്കും നല്ലതാ. മേലൊന്ന് തേച്ച് കുളിച്ചാൽ നല്ല ഗ്ലോ ഉണ്ടാവും. ശരി, പുതിയ ഡ്രൈനസ് ഒക്കെ ഫീൽ ചെയ്യുമ്പോ നല്ലതാ, പറ്റൂലേ? ഇത് അതേപോലെ കോടി അയച്ചതാട്ടോ. ഇതോ? ഒരു 2-3 ഉണ്ടായിരുന്നു. ഒന്ന് കൊഴിഞ്ഞാടി, ഒന്ന് ഞാൻ പൊട്ടിച്ചു. ഞാൻ പൊട്ടിച്ചോ? ഇത് പൊട്ടിക്കണോ? പൊട്ടിച്ചു, ആയിട്ടുണ്ട്. ഇത് നമ്മളാ എന്താ പറയാ, ഊട്ടിയിലൊക്കെ പോകുമ്പോ നമ്മളങ്ങനെ കഴിക്കണല്ലേ, റോഡ് സൈഡിലൊക്കെ. പച്ചക്കും നല്ല രസമുണ്ടാവും. അതെ അതെ അതെ, ഇത് നല്ല ഭംഗിയാട്ടോ കാണാന്. ഒക്കെ എല്ലാ വെറൈറ്റികളാണ് മൊത്തത്തിലെല്ലാം വാങ്ങി. പിന്നെ ആ ഭാഗത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇനി ഇതാ അവിടെ ഒരു നാടമാവുണ്ട് കേട്ടോ. പെറുക്കിയാലും മാങ്ങ തീരൂല. അങ്ങനെയാണോ? നാളെ കാറ്റടിച്ചില്ലേ, ഞാൻ എഫ്ബിയിലിട്ടിട്ട് ഇതിന്റെ ഫോട്ടോ ആയിരുന്നു. അതെ, നിറയെ ഉണ്ടായിരുന്നു അതല്ലേ. അത് ദിവസം അത്ര കിട്ടും. എല്ലാവർക്കും കൊടുക്കല. അതെ അതെ, എല്ലാവർക്കും ഓരോ ദിവസം വീണ് പോലെ ഉണ്ടെന്ന് പെറുക്കിയിട്ടുണ്ടാവും. മാളൂറ്റും ചെറിയ മാങ്ങയാണ് അല്ലേ, നല്ല ചെറുതാ, നല്ല മണമുണ്ട്. ഓ, കാണാനും നല്ല ക്യൂട്ടാട്ടോ. ആ മാവില് നോക്ക്, നല്ല കൊലകൊലയായുണ്ട് അല്ലേ, അടിപൊളി. 3 മാവ് ഒരേപോലെ കേട്ടോ. ഇത് കുഞ്ഞാക്കുന്റെ പെങ്ങന്മാര് കുട്ടിയാകുമ്പോ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് പട്ടിക്കാട്ടിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ്. അത് ശരിയാ. ഇത് ഇപ്പൊ പെറുക്കി കൊണ്ടുപോയിട്ടുള്ളൂ. അതാണ്, അവിടെ ഉണ്ട്, അത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് മറ്റേ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങ അല്ലേ? അടിപൊളിയാണ്. വീടിന്റെ വലതുഭാഗത്ത് കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇനിയുണ്ട് അവിടെ, കഴിഞ്ഞിട്ടില്ലേ കാഴ്ചകള്? ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി അതാ കോഴിക്കോട്, ഇവിടെ ഇങ്ങനെ മേലെയാണ്. അവിടെ കോഴിക്കോട് ഉണ്ട്. കോഴികളെ വിട്ടിട്ടില്ല. ഇവിടെ കൂട്. ഇപ്പൊ ഞാന് ഇവരെ പട്ടികൾ പിടിച്ചപ്പോ ഇങ്ങനെ ഒരു കൂടുണ്ടാക്കിയത്. എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും പൂട്ടിട്ട് പോവാലോ, പുറത്ത് പോകുമ്പോ അവര് ഇടുക്കുണ്ടാവൂലല്ലോ, അവർക്ക് ഇങ്ങനെ വിശാലായിട്ട് നടക്കാല്ലേ. ഇവരെ തുറന്നു വിടല കേട്ടോ. അത് ശരി, ഇതിന്റെ ഇടയിൽ കൂടെ അതും മാനേജ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഇത് ഭയങ്കര ക്രൈസാ. അടിപൊളി. മുട്ട ഉണ്ടോ? മുട്ട. എന്താ സംഭവം എന്നറിയോ? ഇവർക്ക് സാധാ ഫുഡ് കൊടുക്കും, അതിന്റെ കൂടെ ഇവർക്കുള്ള തീറ്റുണ്ട്, മുട്ടടാനൊക്കെ. അതിനെന്താ ചെയ്യാ അറിയോ? ഇത് കൊടുക്കും കടയില്, കൊറേ ഉണ്ടാവും മുട്ട. ഇത് കൊടുത്തിട്ട് അവർക്കുള്ള ഫുഡ് ഇതിനെ വാങ്ങിച്ചു. നമുക്കൊരു ക്രൈസ് ആണ്, താല്പര്യം. പുറത്തു പോയിക്കോളെ, എല്ലാരും പുറത്തു പോയിക്കോളെ. അവർക്ക് ഇങ്ങനെ കൂടുണ്ടാക്കിയപ്പോ ഭയങ്കര ഇഷ്ടാ. ഇവർക്ക് എന്താ പറയാ, കയ്യിൽ നിന്ന് ഫുഡ് കഴിച്ച് ശീലായിട്ടേ ചെറുതാകുമ്പോ ഇൻക്യുബേറ്ററിൽ ഇരിപ്പിച്ചതാ. അങ്ങനെ ആക്കിയതാ, കോഴി ഇരിപ്പിച്ചതല്ല. തീരെ പേടിയില്ല. അതെ, പൊയ്ക്കോളി എല്ലാരും പൊയ്ക്കോളി. സിൽക്കി ഉണ്ട്, ടർക്കി ഉണ്ട്, കൊറേ ഉണ്ടായിരുന്നു. പട്ടികള് പിടിച്ചു. അതിനുശേഷം അങ്ങനെ വലിയ കൂടുണ്ടാക്കിയത്. ആദ്യം ചെറിയ കൂട്ടിലായിരുന്നു. ഈ കോമ്പൗണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, എന്നാലും അതിന്റെ ഉള്ളിൽ കൂടി 3 വന്നിട്ട്. പുറത്ത് പോയിക്കോ. അപ്പൊ നമ്മള് കോഴിക്കോട് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ അടുത്ത തോട്ടം തുടങ്ങുകയാണ് കേട്ടോ. ഇവിടെ തന്നെ ഇവിടെ അമ്പാഴങ്ങ ഉണ്ട്. ഇത് ഞാൻ അവിടെ വീട്ടിൽ ഒരെണ്ണം വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇലയൊന്നും അധികമല്ല, പക്ഷെ നിറയെ കായൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മുടെ കായുള്ള മുരിങ്ങക്കായ നിറയെ ഉണ്ട്. നമ്മുടെ അബിയും ഉണ്ട് അവിടെ. അബിയും നമ്മുടെ വീട്ടിലും ഉണ്ട് കേട്ടോ. അബിയും ഉണ്ട്. ഇത് എപ്പോഴും ഉണ്ടാവണ ചാമ്പ.
അതെ ഫുൾ ടൈം കഴിച്ചോണ്ട് അങ്ങനെ ഉണ്ട്. ഇത് എന്തൊരു നല്ലൊരു ഒട്ടുമാങ്ങയാണ്. ഇത് അവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ടേസ്റ്റ് ചെയ്യാൻ തരാം. അത് കോടി കഴിക്കാണ്. അതുപോലെ ഇത് പ്രിയൂര് അത് കേട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് അവിടെ ഉണ്ട്. ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബനാന മാങ്ക. ഇത് അടുത്ത വെറൈറ്റി. ഞാനും ആദ്യമായിട്ട് കഴിക്കട്ടോ. ബനാന മാംഗോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇപ്രാവശ്യം ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് കാണുന്നത്. പൊട്ടിച്ചോ? പൊട്ടിക്കണം. അങ്ങനെയാണ് പൊട്ടിച്ചോ? ഇവിടെ കണ്ണിയിലാണ് പൊട്ടിച്ചോ. ഓ നോക്ക്, വെയിറ്റ് ഉണ്ട്. ഞാന് പൊട്ടിച്ചിട്ടേ കഴുകി വെക്കും ഉപ്പിലിട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഈ ചെറിയ കുത്ത് കണ്ടാലേ കേടുവരുമെന്നൊരു ഡൗട്ട് ഉണ്ട്. നല്ല സ്മെല്ലല്ലേ? നല്ല മണമുണ്ട്. ഓ, ഒരു പ്രത്യേക മണം. ഇവിടെ നമുക്ക് ഇരുന്ന് ഇങ്ങനെ പറിക്കാം അല്ലെ, കുട്ടികൾക്ക് വരെ പറിക്കാം. അടിപൊളി. ഇതാണ് ശരിക്കും റാഫിയത്താന്റെ ഏദൻ തോട്ടം തന്നെ വേണമെങ്കിൽ പറയാട്ടോ. ഫ്രൂട്ട്സിന്റെ ഒരു തോട്ടം എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ സ്ട്രോബെറി പേരല്ലേ, അത് കായ്ച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ബറാബ ഉണ്ട്, അബിയു, ചിക്കു, പിന്നെ എന്തൊക്കെയാ അതെ ഇഷ്ടം പോലെ ഞാവല് അങ്ങനെ കയ്യിലെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്ത് രസാന്നറിയാം, ഇവിടേക്ക് വരുമ്പോ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ഇത് അടുത്ത തായ്ലാൻഡ് വെറൈറ്റി ട്ടോ. അടുത്തത് ടോക്കിമൈ. കേട്ടിട്ടുണ്ട്, ഇതിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതെ അതെ അതെ. പണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ വന്നപ്പോ നമ്മള് കോരി കഴിച്ചില്ലേ, പുഡിങ് പോലെ. അത് നിറയെ കഴിച്ചിട്ടുണ്ട് അല്ലേ. പ്രാവശ്യം ഇതിലേറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് ഈ നെട്ടിണ്ടല്ലോ, അതിന് തീരെ കട്ടില്ല തോന്നുന്നു. പെട്ടെന്ന് വീഴുവോ? പെട്ടെന്ന് ചെറുതാവുമ്പം ഒരുപാട് വീണു കിട്ടും. പക്ഷെ ആ ചെറുതാവുമ്പം വീണത് ഇങ്ങനെ വെറുതെ കട്ട് ചെയ്ത് ഉപ്പും മുളകിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്, സുർക്ക് വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് നല്ല വലിപ്പം ഒക്കെ ഉണ്ട് അല്ലേ. അവിടെ ഉള്ളതൊക്കെ നല്ല വലുതാണ്. പഴുത്ത ഉണ്ടാവും ചിലപ്പോട്ടോ. ഇതൊക്കെ ശരിക്കും വെറൈറ്റി ആണ് അല്ലേ. അതാ വീണ് കിടക്കണുണ്ട് തോന്നുന്നു. അത് പറിച്ചോ? ഇത് നമ്മളിങ്ങനെ ചെറിയ കുട്ടികളൊക്കെ എടുക്കൂലേ, അതേപോലെ ഉണ്ട്. എന്നാലും നമുക്കത് പൊട്ടിക്കാം. ഓ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് പൊട്ടിച്ചോ? അവിടെ സാന്തോളുണ്ട് അല്ലേ, സാന്തോളുണ്ട്. പിന്നെ നാരങ്ങ, അരിനെല്ലി, വിയറ്റ്നാം, പിന്നെ ആ ഭാഗത്ത് റെഡ് ജാക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കണ്ടോ? അതെന്താ? അതാണ് നാടൻ മാങ്ങയിലെ രാജാവ്. ആണോ? ചന്ദ്രക്കാരൻ. ശരി, ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. അവിടെ ഉണ്ടോ നോക്കാല്ലേ. നല്ല ടേസ്റ്റാ. ലാസ്റ്റ് മാങ്ങ ചാടിയതാ തോന്നുന്നുണ്ട്. ഈ കുലുക്കി ചാടിക്കാനും ഇല്ല തോന്നുന്നുണ്ട്. കഴിഞ്ഞു അല്ലേ? ഇങ്ങനെ കുലുക്കിയ ചാടുമായിരുന്നു. ശരി, കഴിഞ്ഞുട്ടോ. മണുണ്ട്, നല്ല മണുണ്ട്. അതാ വീണു അടിയില്ലേ. അത് ലാസ്റ്റ് ഉണ്ടായി കാരം. പഴുത്തിട്ടുണ്ട്. കഴിച്ചോക്കാം നമുക്ക്. നല്ല രസം. അത് ചന്ദ്രക്കാരൻ കേട്ടോ. അടിപൊളി, രക്ഷയില്ല. നാടൻ മാങ്ങയിൽ ഇതിന് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള മാങ്ങയൊക്കെ. ഇത് ഇങ്ങനെ കഴിക്കണം. ശരിക്കും വയറ് നിറഞ്ഞു. ഒറ്റ നിപ്പിൽ തന്നെ ഒരു 3-4 കഴിച്ചു. ഇനി അവിടെ അതെന്താണ്? ഇത് കൊളമ്പൻ മാങ്ങ. കുലിക്കാൻ കിട്ടും. കഴിക്കാം. അത് മൽഗോവ. ഇത് മല്ലിക. ഇത് എന്താ മനോരഞ്ജിതം. അങ്ങനെ എന്തോ പറഞ്ഞു. മനോരഞ്ജിതം. ഇത് മല്ലിക. ഇത് പ്രിയൂര്. പിന്നെ കാലപ്പാടി ഇവിടെ കുറവാ. ചെറിയൊരു തൈ ഉണ്ട്, അതിൽ ഉണ്ടാവലുണ്ട്. പിന്നെ അത് നമ്മുടെ മാംഗോസ്റ്റീൻ കായ്ച്ചിട്ടുണ്ട്. നല്ല പറങ്കി മാങ്ങ. പിന്നെ അവിടെ ബ്ലൂബെറി ഉണ്ടായി. അതെ, ബ്ലൂബെറി ഉണ്ടായിട്ട് ഇങ്ങനെ കായ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോവത്. തണുപ്പില്ലാത്തോണ്ട് തോന്നുന്നു. തണുപ്പില്ലാത്തോണ്ടാവും, നല്ല ചൂടല്ലേ. ഈ മാവ് കായ്ച്ചിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കായ്ക്കാത്ത മാവ് ഇതില് അപൂർവം ഉള്ളൂല്ലേ. 2-3-4 മാവുള്ളൂ കായ്ക്കാത്ത. എല്ലാം കായ്ച്ചിട്ടുണ്ട്. മൽഗോവയൊക്കെ വളർപ്പിന് ആയിട്ടുണ്ട് കണ്ടോ. അത് പറിച്ച് വെക്കുന്ന ശരിക്കും ഒരു രാജാവ് എന്ന് പറയാല്ലേ. നല്ല ടേസ്റ്റ് അല്ലേ. ഇത് കണ്ടോ, നാടൻ പേര് അതിന്റെ അടിയിൽ കളയാണ്ട് വെച്ചതാ. പണ്ട് തന്നെ ഉള്ളതാ. അത് ശരി. പിന്നെ നമ്മുടെ റംബൂട്ടാൻ ഉണ്ടല്ലേ, പുലോസാന്. പിന്നെ റംബൂട്ടാനിന്റെ വെറൈറ്റീസ്. പക്ഷേ ആവണേ ഉള്ളൂ. അത് വെൽവെറ്റ് ആപ്പിള് ആണോ? കായ്ക്കലുണ്ട്. പക്ഷെ ശരിക്കും കഴിക്കാനും കിട്ടിയിട്ടില്ല. ഇങ്ങനെ എന്താ പറയാ, പഴുക്കൂല. എനിക്കറിയില്ല ഇതിന്റെ മൂപ്പ് എത്രയാണ്. അതിന്റെ എല്ലാം നോക്ക്, ഇതിന്റെ താഴെ നടക്കുമ്പോ തന്നെ പറിച്ചു വെക്കും. അപ്പൊ ഇങ്ങനെ അത് നല്ല പഴുപ്പോട് കൂടി കഴിക്കാൻ പറ്റിയിട്ടില്ല. ലൊങ്കൻ. അവിടെ ബ്ലൂബെറി. എന്ത് വെച്ചാലും കായ്ക്കും. നമ്മുടെ മൾബറി ഉണ്ട് അല്ലേ ഇവിടെ. ഇത് യെല്ലോ റംബുട്ടാന്. ഈ ഒരു വേലി ഇവിടെ കോഴികള് പുറത്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട്. പട്ടികള് അകത്തും കേറൂല. ശരി, അതിന് വേണ്ടി തിരിച്ചതാണ്. എന്താ പറയാ, പട്ടികള് വന്ന് കോഴിനെ പിടിച്ചിട്ടേ ശരി ചെയ്തതാ. അതവിടെ ഒരു ചക്ക താഴെ കിടക്കും. അത് സിന്ദൂരാണ്. അതെ, ശരി. സിന്ദൂര വരിക്ക റെഡ് ജാക്ക് ഇല്ലേ, നല്ല ടേസ്റ്റ് ആട്ടോ. അവിടെ ഉണ്ട്, ഞാൻ കട്ട് ചെയ്തത്. കഴിക്കാം നമുക്ക് കേട്ടോ. താഴെ തന്നെ ഉണ്ട്. ഇതിപ്പോ ഇപ്രാവശ്യം മേലെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മള് മൂത്തോ മൂത്തിയിലേന്ന് അറിയാണ്ട് ഇട്ടു. അതെ,
എന്നാലും കഴിക്കാൻ കുറച്ച് അവിടെ ഉണ്ടല്ലേ നിറയെ ചക്ക ഉണ്ട്. ഇതൊക്കെ നാടൻ നാടൻ നാടൻ. ഇത് ചിക്കു, ഇത് നമ്മളെ നാടൻ മാവ്. ഇതാ സാധാ നാടൻ നാരങ്ങ, ഇത് ആത്തച്ചക്ക, അതിന്റെ അപ്പുറത്ത് ആപ്പിൾ ചാമ്പ, ഇത് നാടൻ അമ്പഴട്ടോ. നാടൻ അമ്പഴ, നാടൻ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല രസാ. പിന്നെ പഴുത്താല് രസാ. ഇത് നല്ല നാടൻ വരിക്കട്ടോ, നല്ല രസാ, നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതിവിടെ അങ്ങനെ ഉണ്ടായതാണ്. മാംഗോസ്റ്റിൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് മാംഗോസ്റ്റിൻ ഇവിടെ കാഴ്ച കാണുമ്പോ ഒരു അത്ഭുതം. കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-6 കിട്ടി. ഇനി ഇതാ ഇത് കണ്ടോ, ഇത് നാടൻ കൊടംപുളി കഴിക്കൂല ഇത് കഴിച്ചിട്ട് പ്രാവശ്യം കഴിച്ചു. ഇതാണ് നമ്മളെ വൈറ്റ് ഞാവലിട്ടോ. അയ്യോ നല്ല രസമുണ്ടെങ്കിൽ ഇത് ഒരു പറിച്ചങ്ങനെ കഴിക്കാം. അയ്യോ എന്തൊരു ഭംഗിയാ കാണാനല്ലേ. വൈകുന്നേരം അത് എത്രേ പറിച്ച് കഴിച്ചു അറിയോ. ഇവിടുന്ന് തന്നെ ഇങ്ങനെ പറിക്കാ കഴിക്കാ. ഇത് കണ്ടോ ഈ പർപ്പിൾ കളറായത്, അതാണ് നല്ല മധുരം ഉണ്ടാവുക. അടിപൊളി. ഇതിങ്ങനെ നിക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ലേ. അടിപൊളി. ഇത് ശരിക്കും ഇലനേക്കായും കൂടുതലുണ്ട് കേട്ടോ കായ. അത്യാവശ്യം നല്ലോണം കഴിക്കാനും കിട്ടുന്നുണ്ട്. നല്ലൊരു പൾപ്പുണ്ട്. ഈ ചെറിയ തൈയിലടക്കം കഴിച്ചിട്ടുണ്ട് അല്ലേ. ഇത് ചെറിയ തൈയൊന്നുമില്ല. എന്താ സംഭവം എന്നറിയാം, ഇതിങ്ങനെ കുഞ്ഞതായപ്പം ഒരു പ്രാവശ്യം കായ്ച്ചു കേട്ടോ. എന്നിട്ട് ഈ പകുതിക്കൊന്ന് കമ്പ് ഉണങ്ങി പോയിരുന്നു. പിന്നെ ഇങ്ങനെ പൊട്ടി തെളിയാറിയില്ലേ, ശരി. ഇപ്രാവശ്യം നന്നായിട്ട് അതേ പ്രായം തന്നെ. ഇതുമേ ഉണ്ട് നല്ല പിങ്ക് കളറൊക്കെ ഉണ്ട്. പക്ഷെ ഇത് വാങ്ങിച്ച് 2 വർഷം കഴിഞ്ഞപ്പോ തന്നെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മധുരം. അതുപോലെ ഇതാ മട്ടോവ. ഇത് നമ്മൾ അന്ന് വന്നപ്പോ കണ്ടു മട്ടോവ. ഇതിപ്പോ തീർന്നു അല്ലേ? തീർന്നു. ഇത് ഒരു പ്രാവശ്യം റാഫിയത്തെ വിളിച്ചിരുന്നു. ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട്, വന്നിട്ട് കഴിക്കാൻ വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് വന്നപ്പോ നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. വിളിച്ചത് വേഗം. അതെ അന്ന് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ ആയിരുന്നു അല്ലേ ഈ കമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അമ്പഴങ്ങനെ പോലെ. എല്ലാരും ചോദിക്കും അമ്പഴങ്ങയാണോ ചോദിക്കും. ശരിക്കും ഇതൊന്നും നമ്മളവിടെ അധികം ഇല്ല. മട്ടോവ കേട്ടിട്ടില്ല അധികം. ഇവിടെ തന്നെ 2 കിട്ടിട്ടോ. എന്തായാലും താഴെ 2 കിട്ടി. നല്ല മധുരമുണ്ട്. പിന്നെ അതെങ്ങനെ എടുത്തു വെക്കാൻ പറ്റൂല, പെട്ടെന്ന് പൊട്ടിപ്പോവും. പെട്ടെന്ന് റംബുട്ടാന്റെ ഒക്കെ പോലെയുള്ള ഒരു ഫ്രൂട്ടാണ്. ലൊങ്കന്റെ ലിച്ചിന്റെ ഒക്കെ ടേസ്റ്റ്, അതിന്റെ ഒരു ടേസ്റ്റാ വരുന്നത്. അതെ ശരിക്കും. ഇതാണ് ബറാബ അല്ലേ. ചെറിയ തൈ തന്നെ ഉണ്ടാവും. ഇതിങ്ങനെ കഴിക്കാൻ പറ്റൂല. നല്ല രസം. നല്ല പിന്നെ അതുകൊണ്ട് നല്ല അടിപൊളി വൈൻ ഉണ്ടാക്കാം പോലെ. അതെ. കുറച്ച് കറാമ്പൂവും കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട്. ഇട്ട് അങ്ങനെ നമ്മള് ഉടച്ച് വെച്ച് കഴിഞ്ഞാല് ഇത്തിരി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല രസം. അവിടെ ഉണ്ട്, ഞാൻ തരാം. നിറയെ കഴിച്ചിട്ടുണ്ട് അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ ചെടി നിക്കണ കാണാൻ. ഒരു 10 കിലോ ഒക്കെ ഉണ്ടാവും. ആണോ? ശരി. അപ്പൊ നമ്മള് വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. പിന്നെ കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട് ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് തന്നെ അല്ലേ. ഇതെന്താന്ന് ആദ്യം തന്നെ പറയൂ. ഇത് പച്ചമാങ്ങ കൊണ്ടുള്ള ചില്ലി ഫ്ലെക്സ് മാംഗോ ക്യാൻഡി. ഇത് പഴുത്തത് കൊണ്ട് രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അത് സെറ്റ് ആവണേ ഉള്ളൂ അല്ലേ. ഒന്ന് നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. സെറ്റ് ആവണുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാല് സെറ്റായി കഴിഞ്ഞാൽ നേരെ ഇതുപോലെ ഇങ്ങനെ ഇതുണ്ട്. ഇങ്ങനെ റോൾ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ശരിക്കും ഇങ്ങനെ കഴിക്കാം അല്ലെ. മിഠായി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതേ ടേസ്റ്റ് തന്നെയാണ് ഇതും. കുട്ടികൾക്ക് എന്തായാലും ഇങ്ങനെ ഈ വെക്കേഷനിൽ ഇതേപോലെ ഇങ്ങനെ. ഇത് ഇന്നലെ ഉണ്ടാക്കിയപ്പോ അതിന് മഴ പെയ്തില്ലേ, അപ്പൊ നല്ലൊരു വെയിൽ തട്ടണം. അപ്പോഴാണ് ഇത് കറക്റ്റ് സെറ്റായി കിട്ടുള്ളൂ. ഇങ്ങനെ 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 എടുക്കാം ഞാൻ നമുക്ക്. ഹായ്. ഇത് എനിക്ക് തോന്നുന്ന ഗ്രീൻ മാങ്ങ പച്ചമാങ്ങനെക്കാട്ടിയും കൂടി ഒന്നും കൂടി ടേസ്റ്റ്. പച്ചമാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഇതും ഇതേപോലെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിച്ചു നോക്കാം. അമ്മയാ അടിപൊളിയാ, ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മധുരം കഴിക്കാൻ. നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് അല്ലേ. ഇതിൽ ഞാൻ നല്ലോണം പഞ്ചസാര ഇട്ടു. പച്ചമാങ്ങ ആയതുകൊണ്ട് അധികം ഇട്ടിട്ടില്ല. മധുരം ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ പച്ചമാങ്ങ കൊണ്ടുള്ള ഹലുവ അല്ലെ. ഇതാണ് എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നല്ല ഇന്നലെ പെട്ടെന്ന് ഉണ്ടാക്കിയത്. മോളെ ഫ്രണ്ട് മൂസി വന്നിട്ടുണ്ട്, അവൾക്ക് പോകുമ്പോ വേണം പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. എനിക്ക് കഴിക്കാനും ഭാഗ്യമുണ്ടായി. എന്തായാലും കഴിച്ചു നോക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അടിപൊളി. നട്ട്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് ഈ കഴിച്ചിട്ടുണ്ടാവില്ല, ശർക്കര മാങ്ങ ശർക്കര ഇട്ട് വേവിക്കുക. അത്രേ ഉള്ളൂ. എന്തായാലും കഴിച്ചു. എന്നിട്ട് പിന്നെ നമുക്ക് അത് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് എടുത്തിട്ട് കൂട്ടാണ്ടാക്കാം. നല്ല രസമാണ്. വെറുതെ ഉലുവയും കടുവും ഒക്കെ ഇട്ടിട്ട് മുളക് പൊടി എന്തായാലും ടേസ്റ്റ് ഉണ്ട്. ശർക്കരയും കൂടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് കുടിച്ചു രസം. ഇത് നമ്മുടെ വൈനരി ഇഷ്ടം. അതെ, ബറാബ ഉണ്ട്. കുടിച്ചോക്കാം, നല്ല രസമാണ്. നമുക്ക് ചെറിയൊരു ജലദോഷമൊക്കെ വരുമ്പോ ഒരു 2 സ്പൂൺ കഴിച്ചു കഴിഞ്ഞാല് നല്ലതാണ്, അങ്ങനെ മാറും. അതെ അല്ലേ, നല്ല പ്രതിരോധ ശേഷി നമ്മളെ ബോഡി ഇതാവല്ലേ.
അടിപൊളി കറക്റ്റ് അരിഷ്ടത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, നല്ലൊരു പിന്നെ തുറമാങ്ങ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റ്, ആ നല്ല ചുണയുള്ള മാങ്ങയിട്ട് ഉണ്ടാക്കണം. ഞാൻ അപ്പം നേരത്തെ കാണിച്ചെന്നില്ല എനിക്ക് അതിൽ ആ മാങ്ങയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇതിനും തന്നെ നല്ലൊരു മണാണ് കേട്ടോ, നല്ല ഉലുവയും കടുകും ജീരകവും മണം അടിപൊളിയാണ്. നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നത് കഞ്ഞിന്റെ കൂടെ ഒക്കെ അല്ലേ, കഞ്ഞിന്റെ കൂടെ തൈര് കൂട്ടണം. ഇതില് തൈര് കൂട്ടിയിട്ടാ കഴിക്കുക, തൈര് ഇതിൽ കൂട്ടി കുഴച്ചിട്ട് കഴിക്കുക. അങ്ങനെയാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. ഇതിന് ശരിക്കൊരു എന്താ പറയാ, എനിക്കൊരു പഴമ ഫീൽ അല്ലേ, ആ ഒരു ഇത് അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് നമ്മളെ സ്വന്തം ചാമ്പക്ക ഉപ്പിൽ ഞാൻ ചാമ്പക്കുള്ള സമയത്ത് ഞാൻ അങ്ങനെ ഇട്ടത് നോമ്പിനായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ടാ വൈകുന്നേരമെങ്കിലും ഇത് എടുത്ത് കളയാൻ പറ്റില്ല. ചാമ്പക്കൊണ്ട് വൈൻ ഉണ്ടാക്കും, പക്ഷെ അത്ര രസമല്ല, ഇതിന്റെ ഒരു ടേസ്റ്റ് കിട്ടൂല. എന്തായാലും ഒരെണ്ണെടുത്ത് കഴിക്കാം. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ കഴിക്കാനുള്ള സാധനമാണ്, അനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെ. അടുത്തത് അയ്യോ രക്ഷയില്ല, നമ്മളെ കടുമാങ്ങ. ഈ മാങ്ങ അച്ചാറ് കണ്ടിട്ട് എല്ലാവരും വായിൽ വെള്ളം വരാറുണ്ടായിരുന്നു. അത് നിങ്ങളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അത് ഉണ്ടാക്കണത്. ഇത് നമ്മളെ ചുണയുള്ള മാങ്ങ ഉണ്ടല്ലോ. അതെ അതെ, അത് ശരിക്കും കാണുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. കുറേ കാലം ഇരിക്കും ചെയ്യും. ഇവിടെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, അപ്പൊ ഞാൻ നല്ല മാങ്ങ കിട്ടാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കലുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നല്ല മാങ്ങ കണ്ടപ്പോ എല്ലാം നല്ല മസാലായി പിടിച്ചിട്ടുണ്ട്. ഉപ്പും അല്ലേ, അടിപൊളി, ഒരു രക്ഷയില്ല. കഞ്ഞിയുടെ ഈ കാണുന്ന ഷെൽഫിലൊക്കെ നിറയെ ഭരണികളാണ്, എല്ലാം മാങ്ങ വിഭവങ്ങള്, ചക്ക വിഭവങ്ങള് എല്ലാം ഉണ്ട്. നമ്മളെ ഡ്രൈ മാങ്ങ, ഈ മാങ്ങല്ലേ, ഈ മാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ അതില് ചില ആളുകൾക്ക് ഇങ്ങനെ ചെമ്മീൻ പറ്റൂലല്ലോ. അപ്പൊ ഇത് ഞാൻ സാധാ നോർമൽ ആയിട്ട് ഉണ്ടാക്കി, ചെമ്മീൻ പൊടിയും കൂടി ഇട്ട ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആണ്. ചെമ്മീൻ പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവറും കൂടി. ബീഫ് അച്ചാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതെ, ബീഫ് ചെമ്മീൻ എല്ലാറ്റിനും സമയം കണ്ടെത്തും. ഇത്രയും വലിയ തൊടി മെയിൻറ്റെയിൻ ചെയ്യണം. അതൊക്കെ സ്പെഷ്യൽ ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കിട്ടുന്നതല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കും. ആ സീസണിലെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് പെരിന്തൽമണ്ണത്തെ കിളിച്ചുണ്ട് മാമ്പഴ ആണോ. ഇതിങ്ങനെ ഈ ഡ്രൈ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ നല്ല രസമാണ്. അതെ അതെ, ഇത് പിന്നെ ഡ്രൈ മാങ്ങ കൊണ്ട്, ഈ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറല്ലേ, ടേസ്റ്റ് ചെയ്യാം. വേറൊരു ടേസ്റ്റ് അല്ലേ. പിന്നെ കുറച്ച് സ്പെഷ്യൽ മാങ്ങകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തൊടി കൂടി നടന്നപ്പോഴൊന്നും നമുക്ക് കഴിക്കാൻ പറ്റാത്തത്, ഇത് റാഫിയത്ത് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നും ടേസ്റ്റ് ചെയ്തു. ശരിക്കും ഓരോന്നും എന്താ പറയുക, ഒന്നിനൊന്ന് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വന്നതാണ്, ഉച്ചയായി, തൊടിയെല്ലാം നടന്ന് കണ്ടു. ഒരുപാട് വെറൈറ്റി, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പല വെറൈറ്റി മാങ്ങകൾ ഒരേ സമയം ടേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ കുറേ വിഭവങ്ങൾ, ഇനി ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, വിഭവങ്ങൾ ഒരുപാട് വിഭവങ്ങളുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ റാഫിയത്താൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാം, റാഫിയ അബ്ദുള്ള. നമ്മൾ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നഷ്ടമാവില്ല കേട്ടോ, ഒരുപാട് വിഭവങ്ങൾ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.